ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉണർവ് യോഗത്തിൻ്റെ മൂന്നാമത്തെ രാത്രികാലം നാം എത്തിയിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഇത് ചെയ്യേണ്ടുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, 2020 എന്ന് പറയുന്ന ഒരു വർഷം നമ്മളെ വിട്ട് കടന്നു പോകുവാൻ പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുവാൻ പോകുകയാണ്. നമ്മുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്നും നാം ചിന്തിക്കുവാൻ പോകുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ആയിരുന്നു എങ്കിൽ ആ വഴികളിലെല്ലാം നല്ലവനും വിശ്വസ്തനുമായ ദാസൻ നമ്മെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം തുടർന്ന് നമ്മെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമത്രേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങണം എന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രികാലം നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഇതിലേക്കായി എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം, മൂന്നാമത്തെ രാത്രികാലം, ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് പാസ്റ്റർ രാജേഷ് ശശിധരൻ അവറുകളാണ് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. തുടർന്നുള്ള സമയങ്ങൾ നാം ദൈവവചനത്തിന് മുമ്പാകെ പ്രാർത്ഥനയോടെ, സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് തൻ്റെ ദാസനിലൂടെ ദൈവവചനത്തിലൂടെ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. ആ ഒരു പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ നമ്മൾ ഒരു തീം സോങ് നമ്മുടെ ഉണർവ് യോഗത്തിൻ്റെ പരമായി നാം കേൾക്കും. അതിനുശേഷം പാസ്റ്റർ രാജേഷ് ശശിധരൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഇതിലേക്കായി എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വാനവിരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി. വാനവിരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോ, ഹിമം സമം വെണ്മയാം മുടിയുമുള്ളോ, വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോ, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോൽ ശബ്ദവുമുള്ളോ, അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോ, ഹിമസമം വെണ്മയാം മുടിയുമുള്ളോ, വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോ, പെരുവെള്ളത്തിൻ നിറച്ചിൽ പോൽ ശബ്ദവുമുള്ളോ. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ.
യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, ദാവീദിൻ വേരുമായും വന്നിടാറായി. ഏഴുമുദ്രയും തുറപ്പാൻ യോഗ്യനായവൻ, ഏതു നിമിഷവും വാനിൽ വെളിപ്പെടുമേ. യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, ദാവീദിൻ വേരുമായും വന്നിടാറായി. ഏഴുമുദ്രയും തുറപ്പാൻ യോഗ്യനായവൻ, ഏതു നിമിഷവും വാനിൽ വെളിപ്പെടുമേ. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രികളിലായി നാം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എത്ര മഹത്വകരമായ ഒരവസരമാണ് ഈ 2020 അവസാന ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഏവർക്കും നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ വളരെ ശ്രേഷ്ഠമായ, നമ്മെ വാസ്തവത്തിൽ വെല്ലുവിളിക്കുവാൻ പോകുന്ന ഒരു വചന ധ്യാനത്തിലേക്കാണ് നാം ഓരോരുത്തരും പ്രവേശിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നത്. യൂട്യൂബിലൂടെ ഈ വർഷാവസാന റിവൈവൽ മീറ്റിംഗ് ധ്യാന ചിന്തകൾ ശ്രവിക്കുവാൻ, കാണുവാൻ തക്കവണ്ണം ഇടയായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അനേകരുമായി ഈ സന്ദേശങ്ങളെ പങ്കുവയ്ക്കുവാൻ, വരും നാളുകൾക്കായി തയ്യാറെടുക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയും ഈ വചനചിന്തയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 രാത്രികളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ റിവൈവൽ മീറ്റിങ്ങിൻ്റെ 3-ാമത്തെ രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെ ചിന്തിക്കുവാനും സമർപ്പിക്കുവാനും തീരുമാനമെടുക്കുവാനും നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന വചന ചിന്ത എന്നത് റിസ്കിംഗ് ടു റെസ്ക്യൂ. വളരെ പ്രാർത്ഥനയോടെയാണ് ഈ വചന ചിന്ത നിങ്ങളുമായി ഈ രാത്രിയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. പ്രാർത്ഥനയോടെ ഈ വചനത്തിൽ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്ന വെല്ലുവിളികളെ സ്വീകരിക്കുവാൻ, അനവധിയായ പോരാട്ടങ്ങൾക്കായി 2021 നമ്മുടെ മുൻപാകെ കടന്നു വരികയാണ്. ഒരുപക്ഷെ നമ്മെ വിട്ടുപോകുന്ന ഈ 2020-നെക്കാളും അധികമായ പോരാട്ടങ്ങളുടെ, അധികമായ വെല്ലുവിളികളുടെ ഒരു വർഷമായിരിക്കാം 2021. എന്തൊക്കെ പ്രതിസന്ധികൾ നമുക്ക് ഈ ഭൂമിയിൽ നേരിടേണ്ടി വന്നാലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വചന ധ്യാനമാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ഞാൻ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായ തലക്കെട്ടാണ് റിസ്കിംഗ് ടു റെസ്ക്യൂ. ഈ വചന ധ്യാനത്തിലേക്ക് നമുക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെ, ഒരു ചിന്തയിലൂടെ നാം കടന്നു പോവുകയാണ്. ഞാൻ ഈ വിഷയം ഒരുങ്ങുന്നതിന് സമയത്ത്, ഈ വചനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയോടെ വചനത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതായ സമയത്ത് എപ്രകാരമുള്ള ഒരു തലക്കെട്ട് ഞാൻ ഈ സന്ദേശത്തിന് നൽകണം എന്ന ചിന്ത വളരെയധികം എന്നെ ഭാരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഏത് തലക്കെട്ടായിരിക്കും ഈ സന്ദേശത്തിന് ഏറ്റവും അനുയോജ്യം എന്ന ചിന്ത പ്രാർത്ഥനയോടെ എൻ്റെ ഉള്ളിൽ കൂടി വരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായ ഒരു സന്ദേശം, ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ടാണ് റിസ്കിംഗ് ടു റെസ്ക്യൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഒരു ചിന്തയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് പ്രവേശിക്കാം. റിസ്കിംഗ് ടു റെസ്ക്യൂ. നാം ഇന്ന് ലോക ചരിത്രം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ
ഏറ്റവും ക്രൂരന്മാരായ ഭരണാധിപന്മാരെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ട്? ലോകം കണ്ടതിൽ വെച്ച്, ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരായ ധാരാളം ഭരണാധിപന്മാരെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ലക്ഷക്കണക്കിന് പേർ, മില്യൺസ് ഓഫ് ജനങ്ങളെ കൊന്നൊടുക്കിയ അനവധിയായ ഭരണാധിപന്മാരെ കുറിച്ച് ചരിത്ര പുസ്തകങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ചൈനയിലെ ഭരണാധികാരിയായ മാവോയെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഏകദേശം 70 മില്യൺ ജനങ്ങളുടെ മരണത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായ ഒരു ക്രൂരനായ ഭരണാധികാരിയായി മാവോ സുഡോങ് എന്ന മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയാണ്, ആ പേരിലാണ് അപ്രകാരം അദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ ഏകദേശം 30 ലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കുവാൻ കാരണക്കാരനായി തീർന്ന ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയായി ഹിറ്റ്ലർ എന്ന മനുഷ്യനെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ഉഗാണ്ടയിലേക്ക് പോയാൽ ഇഡി അമീൻ എന്ന ഭരണാധികാരി, അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. എന്നാൽ അദ്ദേഹം ഉഗാണ്ടയുടെ ഭരണാധികാരിയായി മാറുവാൻ തക്കവണ്ണം ഇടയായതിലൂടെ അദ്ദേഹത്തെ ദ ബുച്ചർ ഓഫ് ഉഗാണ്ട എന്ന പേരിൽ അറിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. വൺ ഓഫ് ദ ക്രൂവൽ മാൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ഉഗാണ്ടൻ നേഷൻ. ഉഗാണ്ടയുടെ ചരിത്രത്തിൽ അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ഇഡി അമീൻ എന്ന മനുഷ്യൻ. അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിയ ധാരാളം ക്രൂരന്മാരെ കുറിച്ച് നമുക്ക് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധിക്കും. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ക്രൂരനായ ഒരു രാജാവിനെ കുറിച്ച് നാം വേഗത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രൂരന്മാരായ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ക്രൂരനായ മനുഷ്യൻ, അദ്ദേഹം മറ്റാരുമല്ല, നെബുക്കദ്നേസർ എന്ന പേരുകാരനായ, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ തലവനായ നെബുക്കദ്നേസർ എന്ന രാജാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. യഹൂദ ജനത്തെ നശിപ്പിക്കുവാൻ, അവരുടെ ദൈവാലയത്തെ ചുട്ടുകളയുവാൻ, അവരുടെ സർവരെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ. യഹൂദ രാജാവിൻ്റെ കണ്ണുകളെ സ്വന്തം വിരലുകൾ കൊണ്ട് കുത്തിപ്പൊട്ടിക്കുവാൻ മടിയില്ലാത്ത ക്രൂരനായ രാജാവ് നെബുക്കദ്നേസർ. അദ്ദേഹത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ പോലും ആരും മടിക്കും. അത്രത്തോളം പേടിപ്പെടുത്തുന്ന, ഭീതി പടർത്തുന്ന ഒരു രാജാവായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു നെബുക്കദ്നേസർ രാജാവ്. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിൻ്റെ സൈന്യം ആക്രമിക്കുവാൻ വരുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ആ നാളുകളിൽ ഓരോ രാജാക്കന്മാരും പേടിച്ചു വിറയ്ക്കുമായിരുന്നു. അത്രമാത്രമായിരുന്നു ആ നെബുക്കദ്നേസർ എന്ന രാജാവിൻ്റെ മഹത്വവും ആ രാജാവിൻ്റെ പേരും പ്രശസ്തിയും എന്നത്. ആർക്കും അദ്ദേഹത്തിന് മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ആ കാലത്ത് കഴിവില്ലായിരുന്നു. ആ മനുഷ്യനെ ദൈവത്തിൻ്റെ ജനം അവിശ്വസ്തത പുലർത്തിയപ്പോൾ, ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് വിശ്വസ്തത പുലർത്താതെ ദൈവകൽപ്പനകളെ തകർത്തെറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ആ ജനത്തിന്മേൽ തൻ്റെ ന്യായവിധിയെ നടപ്പിലാക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയായി, ഒരു ഭരണാധികാരിയായി നെബുക്കദ്നേസർ രാജാവിനെ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, 2 Chronicles chapter 36, ബിഗിനിങ് ഫ്രം വേഴ്സ് 11 to 20, ആ ഒരു ചരിത്രത്തെക്കുറിച്ച് നെബുക്കദ്നേസർ രാജാവ് എപ്രകാരമാണ് ഇസ്രായേൽ ജനത്തെ അവരുടെ മേൽ ദൈവം നടത്തുവാൻ തക്കവണ്ണമിടയായ ന്യായവിധിയെ തീർപ്പ് കൽപ്പിക്കുവാൻ, ആ ന്യായവിധിയെ എപ്രകാരം നടപ്പിലാക്കി എന്ന് ഈ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ദൈവിക വചനത്തെക്കുറിച്ച് ദൈവിക വചനം നമ്മോട് പറയുന്നത്? 11-ാമത്തെ വാക്യം മുതൽ 2 Chronicles chapter 36 ബിഗിനിങ് ഫ്രം വേഴ്സ് 11. സിദക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുൻപിൽ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബുക്കദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാന
ക്രിസ്ത്യാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവൻ്റെ ആലയത്തെ അവർ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരെ, ബാബിലോണ്യ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെ ഒക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ ദൈവാലയം ചുട്ടു. യെരൂശലേമിൻ്റെ മതിൽ ഇടിച്ചു. അതിലെ അരമനകൾ എല്ലാം തീക്കിരയാക്കി. അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാഴ്സി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മോട് പറയുകയാണ്, ബാബിലോൺ സാമ്രാജ്യം, നെബൂഖദ്നേസർ രാജാവ് എപ്രകാരമാണ് ദൈവജനത്തെ തകർക്കുവാൻ, അവരുടെ ദൈവാലയത്തെ, അവരുടെ വിശുദ്ധ നഗരത്തെ നശിപ്പിക്കുവാൻ ഇടയായത് എപ്രകാരം എന്ന് പറഞ്ഞറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മെ ഓരോരുത്തരെയും 2 രാജാക്കന്മാരുടെ പുസ്തകം 2 Kings chapter 20 verses 16 to 17 യെശയ്യാവ് രാജാവിനോട് പറയുവാൻ തക്കവണ്ണം ഇടയായി, നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും ഒന്നൊഴിയാതെ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരും. എന്താണോ യെശയ്യാവ് മുൻകൂട്ടി പ്രവചിക്കുവാൻ തക്കവണ്ണം ഇടയായത്, ആ പ്രവചനം നിവൃത്തിയാകും വണ്ണം ഇതാ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നഗരത്തെ, യെരൂശലേം ദൈവാലയത്തെ, യെരൂശലേമിലെ നിവാസികളെയൊക്കെയും ആരെയും ആദരിക്കാതെ എല്ലാവരെയും ഒരുപോലെ നശിപ്പിക്കുവാൻ, ആലയം ചുട്ടുകളയുവാൻ, വീടുകളൊക്കെയും ചുട്ടുകളയുവാൻ, നശിപ്പിക്കുവാൻ, ഇടിച്ച് നിരത്തിക്കളയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് നമ്മെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു ഇടിച്ച് തകർക്കൽ ദൈവം ഈ രാജാവിനെ കൊണ്ട് അവരുടെ മേൽ വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഒരു പ്രവൃത്തിക്കായി ദൈവം എന്തിന് തൻ്റെ ജനത്തെ നെബൂഖദ്നേസറിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നു, യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. യോശുവയുടെ കാലത്ത്, യോശുവയെക്കുറിച്ച് അറിഞ്ഞ കാലത്ത്, അവരെ അറിയുന്ന മൂപ്പന്മാരുടെ കാലത്തൊക്കെയും they were very faithful. These people of God were very faithful to God. They were keeping God's commandment, very sincere, very committed. എന്നാൽ എന്താണ് ഈ പ്രിയപ്പെട്ടവർക്ക് ആ കാലത്തിന് ശേഷം സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായത്? 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, അവൻ്റെ ശേഷം, അതായത് യോശുവയുടെ ശേഷം, യോശുവയെ അറിഞ്ഞ വിശ്വസ്തരായ ചില മൂപ്പന്മാരുടെ കാലത്തിന് ശേഷം, what happened to these people? What happened to these people called God's people? അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അനദർ ജനറേഷൻ, വേറൊരു തലമുറയുണ്ടായി. ദൈവത്തെ അറിയുന്ന ഒരു പിതാവിൽ നിന്നും ഉളവാക്കപ്പെട്ട മക്കൾ, അവരുടെ മക്കൾ പിൽക്കാല തലമുറയൊക്കെയും ദൈവത്തെ അറിയാത്തവരായി തീരുവാൻ ഇടയായി എന്ന വസ്തുതയെ നാം ബൈബിളിൽ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഷോക്കിംഗ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് എ ഷോക്കിംഗ് ന്യൂസ്. ഹൗ ക്യാൻ ദീസ് പീപ്പിൾ ഹു ന്യൂ ഗാഡ് വെരി പേഴ്സണലി ലീവ് ഗോഡ് അസൈഡ്? ദൈവത്തെ എപ്രകാരം അടുത്തറിയുന്ന ഒരു പിതാവിൻ്റെ മക്കളായിരിക്കാൻ ഇടയായി തീർന്നിട്ടും അവരെങ്ങനെ പിൽക്കാലത്ത് ദീസ് ന്യൂ ജനറേഷൻ ഇൻ ദ വേൾഡ് ടുഡേ നൗ ജസ്റ്റ് ലൈക്ക് ഹൗ ദീസ് പീപ്പിൾ വെയർ, എപ്രകാരമാണോ യോശുവയുടെ പിൻതലമുറക്കാർ ദൈവത്തെ മറന്നു കളഞ്ഞത്, അതേ അനുഭവത്തിലൂടെ ഇന്ന് യുവതലമുറകൾ ദൈവത്തെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും പരിശുദ്ധനായ ദൈവം ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. 12-13 വാക്യങ്ങൾ, ജഡ്ജസ് ചാപ്റ്റർ 2 വേഴ്സ് 12-13, മേ ബി 12-14, ഇപ്രകാരം വചനം പറയുന്നു. അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ച് തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും ഒക്കെ സേവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ്? അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ദേ ഹാവ് ഫോർഗോട്ടൻ ദ ലോർഡ്. അവരെ വഴി നടത്തിയ, അവരെ അത്ഭുതകരമായി പരിപാലിച്ച, ഒന്നുമില്ലാതെ അടിമകളായി കിടക്കുവാനിടയായ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വലിച്ചെടുത്ത് അവർക്ക് സർവ്വ നന്മകളും ഈ ലോകത്തിൽ നൽകി, അവർക്കൊരു പേര് കൊടുത്ത്, അവർക്ക് ഒരു രാജ്യം നൽകി, ഒരു സ്ഥലം നൽകി, അവർക്കൊരു അഡ്രസ്സ് കൊടുത്ത് അവരെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ഇന്ന് അവർക്ക് ദൈവത്തെ വേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്നു കളഞ്ഞ, ദൈവത്തെ മറന്ന് ജാതീയ ദേവന്മാരെയും ജാതീയ സമ്പ്രദായങ്ങളെയും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെയും ഒക്കെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ഒരു തലമുറയെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ദൈവത്തെ മറന്നു കളഞ്ഞ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് അറിയുവാൻ അവകാശമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അറിഞ്ഞ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ തലമുറകൾ, പിൻതലമുറകൾ ദൈവത്തെ മറന്ന് ജാതികളുടെ ദേവന്മാരുടെ പിന്നാലെ പോകുവാൻ ഇടയായ കാഴ്ച ദൈവത്തെ വല്ലാതെ വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ ലോകത്തെക്കാളും ഉപരിയായ വിഗ്രഹാരാധനകളിലും അനവധിയായ മ്ലേച്ഛതകളും ഒക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ദൈവം അവരുടെ മേലുള്ള ഒരു ന്യായവിധി പ്രഖ്യാപിക്കുവാനും ആ ന്യായവിധിയെ നടപ്പിൽ വരുത്തുവാൻ തക്കവണ്ണം നെബൂഖദ്നേസർ എന്ന ക്രൂരനായ ഒരു രാജാവിനെ അവരുടെ മേൽ നിയോഗിക്കുവാൻ തക്കവണ്ണം ഇടവരികയും ചെയ്തു. നിങ്ങൾക്കറിയാമോ, യഹൂദന്മാരെക്കുറിച്ച്, യെരുശലേം ദേവാലയത്തെക്കുറിച്ച്, യെരുശലേം നഗരത്തെക്കുറിച്ച് ചില പ്രത്യേക വസ്തുതകൾ മിസ്സസ് വൈറ്റ് അവരുടെ പുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രോഫറ്റ്സ് ആൻഡ് കിങ്സ് എന്ന പുസ്തകം, പേജ് നമ്പർ 474-476, ഇപ്രകാരമുള്ള ചില ചിന്തകൾ അവർ നമുക്ക് നൽകുകയാണ്. ദി ടെമ്പിൾ സർവീസസ് ഇൻ ജൂഡ were the light of the world. They depicted the gospel, the plan of salvation. Now the temple is totally eradicated. Satan plunged the world into a dark age of 70 years. But God would work through individuals in Babylon, the capital of idolatrous darkness, to keep the light of truth shining. ഇവിടെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് നെബൂഖദ്നേസർ രാജാവ് എന്ന് വരികിലും ദൈവമാണ് ആ ജനത്തെ നെബൂഖദ്നേസറിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് വരികിലും പരിശുദ്ധനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യെരുശലേം ദൈവാലയത്തിലെ ശുശ്രൂഷകൾ ലോകത്തിന് മുൻപാകെ ഒരു വെളിച്ചമായിരുന്നു. ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ ഈ ലോകത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ആ ദൈവാലയത്തെ തകർക്കുവാൻ തക്കവണ്ണം സാത്താന് സാധിച്ചതിലൂടെ സാത്താൻ വിചാരിച്ചു, ഞാൻ ഈ ലോകത്തെ മുഴുവനും അന്ധകാരത്തിലാക്കും, ഇനി ആർക്കും ദൈവത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാവുകയില്ല എന്ന ചിന്ത അവനെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 70 വർഷക്കാലം അപ്രകാരം ഈ ലോകം ആത്മീയ അന്ധതയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക ഒരു കൂരിരുട്ട്, ഒരു അന്ധത ഈ ലോകത്തിൽ യെരുശലേം ദൈവാലയത്തിൻ്റെ തകർച്ചയിലൂടെ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ബട്ട് God had something in his mind. ദൈവം ഒരിക്കലും അപ്രകാരം പൂർണ്ണമായും തൻ്റെ ജനത്തെ കൈവിടുന്നവനല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചില പ്രത്യേക പദ്ധതികളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചില പ്രത്യേക പദ്ധതികളുണ്ടായിരുന്നു. ഇൻ പേജ് നമ്പർ 479, പാരഗ്രാഫ് 1, Prophets and Kings എന്ന പുസ്തകത്തിൽ പറയുന്നു, among the children of Israel who were carried captive to Babylon at the beginning of the 70 years of captivity were Christian patriots, men who were as true as steel to principle, who would not be corrupted by selfishness, but who would honor God at the loss of all things. ഇവിടെ
ദൈവത്തിൻ്റെ ജനത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകപ്പെട്ട, അടിമകളായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ട യഹൂദന്മാരിൽ ചിലരെ കുറിച്ച് മിസ്സസ് വൈറ്റ് എഴുതിയിരിക്കുകയാണ്. There were some people among those captives. Who are they? They were Christian patriots. Men who were as true as steel to principle, who would not be corrupted by selfishness, but who would honor God at the expense of losing everything in life. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കും എന്ന തീരുമാനം ഹൃദയത്തിൽ കൈക്കൊണ്ട ചില വീരപുരുഷന്മാർ പിടിച്ചുകൊണ്ടു പോകപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ദൈവത്തിനുണ്ടായിരുന്നു എന്ന് നമ്മെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൽ, അല്ലെങ്കിൽ പൂർണ്ണമായും വിഗ്രഹാരാധനയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ബാബിലോൺ എന്ന വിഗ്രഹാരാധിയായ രാജ്യത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ വിശ്വസ്തരായ ചില മനുഷ്യരെ അവിടേക്ക് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ these people were to be a blessing in the land of darkness. അന്ധകാര നിബിഡമായ ആ ബാബിലോൺ സാമ്രാജ്യത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പുരുഷന്മാർ എന്ന നിലയ്ക്ക് ഈ പ്രിയപ്പെട്ടവർ അവരുടെ വെളിച്ചമായി മാറണമായിരുന്നു. They were to be the representatives of God in the land of Babylon. ബാബിലോണിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സത്യത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരായി ഈ വിശ്വസ്ത പുരുഷന്മാർ മാറിത്തീരണമായിരുന്നു. ഇവർ യിരെമ്യാ പ്രവാചകന്റെ ബാബിലോൺ സാമ്രാജ്യം കടന്നു വന്ന നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെയും യെരുശലേം ആലയത്തെയും തകർക്കുന്നതിന് മുൻപായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം അയക്കപ്പെട്ട യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷയാൽ ഈ പ്രിയപ്പെട്ടവർ ആരൊക്കെയാണ്? പ്രധാനമായും ഈ പ്രിയപ്പെട്ടവർ വിശ്വസ്തരായവർ, ട്രൂ ടു പ്രിൻസിപ്പിൾ, അസ്റ്റീൽ എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണ്? അത് മറ്റാരെയും കുറിച്ചല്ല. ഡാനിയേൽ, മീശായേൽ, ഹനനായ, അസറായ, ഈ 4 ചെറുപ്പക്കാരിലൂടെ ദൈവം അത്ഭുതകരമായൊരു പ്രവൃത്തി ഈ ലോകത്തിൽ ചെയ്യുവാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവം ഈ 4 പേരെ അന്ധകാര നിബിഡമായ ബാബിലോൺ സാമ്രാജ്യത്തിൽ സർവത്തെയും തകർത്ത് ഞാനാണ് ഈ ലോകത്തിൽ വലിയവൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു രാജ്യ തലവന്റെ അടുക്കൽ 4 എബ്രായ ബാലന്മാർ, വിശ്വസ്തരായവർ, ജീവനെ പോലും പണയപ്പെടുത്തുവാൻ തക്കവണ്ണം മനസ്സൊരുക്കത്തോടെ ദൈവത്തിന് വേണ്ടി അടിമകളായി പോകുവാനിടയായ 4 എബ്രായ ചെറുപ്പക്കാർ. അവർ യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷയാൽ സ്വാധീനിക്കപ്പെട്ടു. യിരെമ്യാവിൻ്റെ ഓരോ പ്രവചനങ്ങളും ഓരോ ശുശ്രൂഷകളും സ്വാധീനിക്കപ്പെട്ട ഈ 4 പുരുഷന്മാരും സ്വയം ഹൃദയത്തിൽ തീരുമാനിച്ചു, whatsoever happen to us, wherever we go, we will stand faithful. We will stand faithful even though we lose our life. ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും they were risking their life for the sake of saving so many people. They were risking their life. അതുകൊണ്ടാണ് risking to rescue. These 4 Hebrew young men, they were risking their life to save some people from this world. അവർ അപ്രകാരം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാമത്തെ വാക്യം, അവർ ഈ യെരുശലേം നിവാസികൾ, ദൈവത്തിൻ്റെ ജനം അപ്രകാരം കഷ്ടതകളിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ, ബാബിലോണിൽ അടിമകളായി പിടിക്കപ്പെട്ട് അവിടേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ തിരുവെഴുത്തുകൾ പറയുകയാണ്, ഇൻ their affliction God himself was afflicted. അവരുടെ കഷ്ടതയിലൊക്കെയും ദൈവവും അവരോടൊപ്പം കഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. It was God who gave them up into the hands of the Babylonians. ദൈവമാണ് അവരെ നെബൂഖദ്നേസരുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്ന് വന്നാലും അപ്രകാരമായിരുന്നാലും തിരുവെഴുത്തുകൾ പറയുകയാണ്, as they were afflicted, it was God himself was afflicted. അവിടെ in their affliction God himself was afflicted. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം നേരത്തെ വായിച്ച വാക്യത്തിൽ വ്യക്തമായി തിരുവെഴുത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഇൻ 2 Chronicles chapter 36 verse 17, Bible says God is the one who gave them up into the hands of the Babylonians. ബാബിലോണിയരുടെ കൈകളിലേക്ക് അവരെ ഏൽപ്പിക്കുവാൻ ഇടയായത് ദൈവം തന്നെയായിരുന്നു എന്ന്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെ നാം പരിശോധിക്കുമ്പോഴും ദൈവം യെരുശലേമിനെ, അല്ലെങ്കിൽ യഹൂദയെ, ദൈവത്തിന്റെ ജനത്തെ നെബൂഖദ്നേസരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു
കൊടുത്തു. God gave them up into the hands of the Babylonian. വാസ്തവത്തിൽ രാജാവ് തൻ്റെ കഴിവ് നിമിത്തമല്ല, മറിച്ച് ദൈവം തൻ്റെ ജനത്തെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ബാബിലോണിൽ ഈ ലോകം കണ്ടതിൽ വെച്ച് വേദപുസ്തക ചരിത്രം സൂചിപ്പിക്കുന്ന ഏറ്റവും ക്രൂരനായ ഒരു രാജാവിൻ്റെ കീഴിൽ അടിമകളായി പിടിച്ചുകൊണ്ടു പോകപ്പെടുവാൻ തക്കവണ്ണം ഈ 4 എബ്രായ ബാലന്മാർ ഇടയായിത്തീർന്നു. Only 4 Hebrew young men. Only 4 Hebrew young men were faithful to God. They are very committed to God. എന്തൊക്കെ സംഭവിച്ചാലും we will stand for the Lord എന്ന തീരുമാനത്തോടുകൂടി അടിമകളായി ചങ്ങലക്കിടപ്പെട്ട് വലിച്ചിഴച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ ഏത് രാജ്യം അല്ലെങ്കിൽ ബാബിലോണിയ സാമ്രാജ്യം യഹൂദന്മാരെ നോക്കി കളിയാക്കുവാൻ തക്കവണ്ണം ഇടയായി. കാരണം അവരുടെ ചിന്ത, ഞങ്ങൾ ഇവരെ ജയിച്ച് ഇവരെ പിടിച്ചടക്കുവാനിടയായത് ബിക്കോസ് അവർ ഗാഡ് ഈസ് സുപ്പീരിയർ ദാൻ ദ ഗാഡ് ഓഫ് ഇസ്രായേൽസ്. ആ ചിന്താഗതി അവരെ യഹൂദന്മാരെ പരിഹസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കാരണം യഹൂദന്മാർ ഇതാ ഞങ്ങൾക്ക് അടിമകളായി തീർന്നിരിക്കുന്നു, അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ദൈവം യഹൂദന്മാരുടെ ദൈവത്തെക്കാളും വലിയവനാണ് എന്ന ചിന്താഗതിയിലാണ് ഈ പ്രിയപ്പെട്ടവരെ ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത്. അവരുടെ ജീവിതം ഓരോ നിമിഷവും ഇനി വലിയ അപകടത്തിലാണ് എന്ന തിരിച്ചറിവ് ദാനിയേലിനും മേശായേലിനും അസറിയാവിനും ഹനനിയാവിനും ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. They know keeping God's commandment in that foreign land, keeping God's commandment before that cruel king is not easy. It is almost risking their life. They know it so well in their heart. അവർക്ക് നന്നായി ആ കാര്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ബോധ്യമുണ്ടായിരുന്നു. ആ ഒരു ബോധ്യത്തിൽ ദാനിയേലും കൂട്ടുകാരും ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർക്ക് വേണമെങ്കിൽ ദൈവത്തോട് ഒഴുകഴിവുകൾ പറയാമായിരുന്നു. നമുക്ക് ഇന്ന് ധാരാളം ഒഴുകഴിവുകൾ പറയുവാൻ തക്കവണ്ണം ലഭിക്കുന്നു. We have so many excuses. We will say, oh Lord, what will I do? I have my family to take care. If I don't go to work on Saturday, how can I take care of my family? How can I do this? How can I do this? എന്നുള്ള ധാരാളം ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ ഒഴുകഴിവുകളായി നാം ഇന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരും. I have my duty. I get off only once in a while. So Lord, please do understand me. ആ ഒരു ചിന്താഗതിയാണ് ഇന്ന് അനേകരെ ലോകത്തിൽ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. ധാരാളം ഒഴികഴിവുകൾ പറയുവാൻ ഇന്ന് നമ്മൾ എല്ലാവരും വളരെ കേമന്മാരാണ്. But look at the life of these 4 young men. അവർക്ക് ധാരാളം ഒഴികഴിവുകൾ ദൈവത്തോട് പറയുവാൻ സാധിക്കുമായിരുന്നു. എന്താണ് ആ ഒഴികഴിവുകൾ? ദൈവമേ, we are just slaves. ഞങ്ങൾ വെറും അടിമകളാണ്, ഞങ്ങൾക്ക് യാതൊരു വിധമായ അവകാശവുമില്ല. We are just slaves. We are subjected to the command of the king. രാജാവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. We have no right as our own. ഞങ്ങൾക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ അടിമകളായിരിക്കുന്നത് കൊണ്ട് ഒരവകാശവുമില്ല. Disobeying the king means dying ourselves. രാജാവിനെ അനുസരണക്കേട്, രാജാവിനെ അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മരണമാണ് നമ്മെ സൂചിപ്പിക്കുന്നത്. By risking their life, they decided to stand for the principles. അവർ ഈ ഒരു പ്രതിസന്ധികൾ, ധാരാളം ഒഴുകഴിവുകൾ ദൈവത്തോട് പറയുവാൻ ഉണ്ടായിരുന്നിട്ട് കൂടി ആ ഒഴുകഴിവുകളൊന്നും ദൈവത്തോട് പറയാതെ അവർ തങ്ങളുടെ ജീവനെ അപകടത്തിൽപ്പെടുത്തി. By risking their life, they were committed to the very call of God. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം they were willing to risk their life. They were willing to risk their life. We have so many excuses for the Lord today. ധാരാളം എക്സ്ക്യൂസുകൾ, ഒഴികഴിവുകൾ നാം ഇന്ന് ദൈവത്തോട് പറയുന്നു. But not for Daniel. Not for Mishael, Azariah and Hananiah. They stood for the principle. Whatsoever happened, we will never compromise. Whatsoever happened, we will never compromise. അതായിരുന്നു ഈ 4 ചെറുപ്പക്കാരുടെ ഹൃദയത്തിലെ തീരുമാനം. ആദ്യത്തെ 6 അധ്യായങ്ങളിലൂടെ നാം വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. Because you know the story.
in every chapters. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അധ്യായത്തിലെയും കഥകൾ വളരെ പരിചിതമായിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ വേഗത്തിൽ ഈ 6 അധ്യായങ്ങളിലൂടെ സഞ്ചരിച്ച് അവർ എപ്രകാരമാണ് ധീരമായ നിലപാട് സ്വീകരിച്ചത്, അവർ എപ്രകാരമാണ് they were risking their life in every moment of their life because they were slaves in the kingdom of Babylon. ആ ബാബിലോൺ സാമ്രാജ്യത്തിൽ അവർ അടിമകളായിരുന്നത് കൊണ്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും they were living by risking their life. അവരുടെ ജീവിതത്തെ പണയപ്പെടുത്തി, അവരുടെ ജീവിതത്തെ അപകടത്തിൽപ്പെടുത്തിയിട്ടും അവർ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വേഗത്തിൽ ഓരോ അധ്യായങ്ങളായി നാം സഞ്ചരിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. 6 അധ്യായങ്ങളിലും ഓരോ പരീക്ഷകൾ ഈ പ്രിയപ്പെട്ട 4 പേരും ഈ പ്രിയപ്പെട്ടവർ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിൽ they were facing a food test. 1-ാമത്തെ അധ്യായത്തിൽ ആഹാരത്തിന്മേലുള്ള പരീക്ഷയെ അവർ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 2-ാമത്തെ അധ്യായത്തിൽ they were facing a dream test. അവർ ഒരു സ്വപ്നത്തിൻ്റെ പരീക്ഷയെ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 3-ാമത്തെ അധ്യായത്തിൽ they were facing a fiery furnace test. അവർ ഒരു അഗ്നിച്ചൂളയുടെ പരീക്ഷയെ 3-ാം അധ്യായത്തിൽ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 4-ാമത്തെ അധ്യായത്തിൽ they were facing a speaking the truth test. അവർ സത്യം പറയണമോ വേണ്ടയോ എന്ന ഒരു പരീക്ഷയെ 4-ാം അധ്യായത്തിൽ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 5-ാമത്തെ അധ്യായത്തിൽ ധൈര്യത്തെ സംബന്ധിച്ച് ഒരു പരീക്ഷയെ അവർ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 6-ാമത്തെ അധ്യായത്തിൽ സിംഹത്തിൻ്റെ കുഴിയിലെ പരീക്ഷയെ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. വേഗത്തിൽ നാം ഈ ഓരോ പരീക്ഷകളും ചിന്തിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ഹൗ മച്ച് they were risking their life so that they will stand faithful to God എന്ന ചിന്തയിലേക്ക് നാം വേഗത്തിൽ പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം ഇപ്രകാരം ഇന്ന് പകൽക്കാലം ഈ ദാനിയേലിനെയും കൂട്ടുകാരെയും കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്? കാരണം ദൈവം വ്യക്തമായി നമ്മോട് പറയുന്നു, ഡാനിയേൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ represented by a type of people who are called to live in these final days. അന്ത്യനാളുകളിൽ ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരായവരുടെ ഒരു പ്രതീകമാണ് വാസ്തവത്തിൽ ദാനിയേലും കൂട്ടുകാരും എന്ന വസ്തുതയെ ദൈവം ഇവരുടെ അനുഭവങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1-ാമത്തെ പരീക്ഷയിൽ അവരെപ്രകാരമാണ് ആ നിലപാടുകളെ സ്വീകരിച്ച് ധൈര്യത്തോടുകൂടി ക്രൂരനായ ഒരു രാജാവിന് മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായത്. Test number 1, how did they overcome that test? Test number 1, the food test. Daniel chapter 1 verse 8, അവിടെ ഒരു ആഹാരം ഭക്ഷിക്കുവാൻ, ഒരു പ്രത്യേകമായ ആഹാര ശീലത്തെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം രാജാവ് കൽപ്പിക്കുന്നു. എന്നാൽ ദാനിയേലിൻ്റെ മറുപടി എന്തായിരുന്നു? 1-ാമത്തെയായും 8-ാമത്തെ വാക്യം കഥയറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. 1-ാമത്തെയായും 8-ാമത്തെ വാക്യം, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് അവൻ ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ആ അപേക്ഷ, ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ റിക്വസ്റ്റ്. ഹി ഈസ് റിക്വസ്റ്റിംഗ് ദാറ്റ് റിക്വസ്റ്റ് ബൈ റിസ്കിംഗ് ഹിസ് ലൈഫ്. അവൻ അറിയാമായിരുന്നു ഈ അപേക്ഷ തൻ്റെ ജീവിതത്തെ പണയപ്പെടുത്തിയിട്ടാണ് ദാനിയേൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ അപായപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? Here comes Daniel and his friends. They were risking their life in following what God said. Do it. ദൈവം ചെയ്യുവാൻ ആവശ്യപ്പെട്ടതിനെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ അപായപ്പെടുത്തി, അവരുടെ ജീവിതത്തെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനമെടുക്കുവാൻ അവരിടയായിത്തീർന്നു. They were risking their life. They were risking their life. നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വേണ്ടി നമ്മെ സ്വയം അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട്, നമ്മെ സ്വയം പണയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എപ്പോഴെങ്കിലും എടുക്കുവാൻ ഇടയായിട്ടുണ്ടോ? ഇവിടെ ഈ പ്രിയപ്പെട്ടവർ അപ്രകാരം ഒരു തീരുമാനം, ആ തീരുമാനം എടുക്കുന്നതിലൂടെ തങ്ങൾ അവരുടെ ജീവിതത്തെ അപായപ്പെടുത്തുകയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ, they were only slaves, they have no right as their own, they have no right as their own. അവർക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിവില്ലാതിരിക്കെ അവർ അവരുടെ ജീവനെ അപായപ്പെടുത്തുന്നു. എന്നാൽ എന്താണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്? 17-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, യഹോവയായ ദൈവം ആ 4
ബാലന്മാർക്കും സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് വിവേകിയായിരുന്നു. 19-ാമത്തെ വാക്യം, അവർക്ക് തുല്യരായി ആരെയും ആ സാമ്രാജ്യത്തിൽ കാണുവാൻ കഴിഞ്ഞില്ല. 20-ാമത്തെ വാക്യം പറയുന്നു, അവർ മറ്റുള്ളവരെക്കാളും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഈ പ്രിയപ്പെട്ടവർ ദാനിയേൽ, മീശായേൽ, അസ്രായാൻ, ഹനനായ, അവര് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടു പോകപ്പെട്ടപ്പോൾ അവരുടെ പ്രായം എത്രയായിരുന്നുവെന്ന് ഇൻ ദ ബുക്ക് അപ്വേർഡ് ലുക്ക് പേജ് നമ്പർ 83 മിസ്സസ് വൈറ്റ് പറയുന്നു, ഡാനിയേൽ വാസ് ക്യാരിഡ് ടു ബാബിലോൺ ആസ് എ ക്യാപ്റ്റീവ് വെൻ ഹി വാസ് ഓൺലി 15 or 16 years of age. വെറും 15-16 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ഒരു ടീനേജറായി, അടിമയായി പിടിച്ചുകൊണ്ടു പോകപ്പെടുവാൻ തക്കവണ്ണം ഇടയായി ദാനിയേൽ. ഒരു പാറ പോലെ മരിക്കേണ്ടി വന്നാലും, രാജാവ് കഴുത്തറത്താലും വി വിൽ നെവർ കോംപ്രമൈസ് എന്ന ഒരു തത്വത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദാനിയേലും ദാനിയേലിൻ്റെ കൂട്ടുകാരൻ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പാറ പോലെ ജീവൻ പോയാലും വിശ്വസിച്ചിരിക്കുന്ന തത്വങ്ങളിൽ ഉറച്ചു നിൽക്കും എന്ന തീരുമാനം. ദാറ്റ് റെപ്രസെന്റ്സ് എ പീപ്പിൾ ഹു ആർ ഗോയിങ് ടു ലീവ് ഇൻ ദ ഫൈനൽ ഡേയ്സ്. അന്ത്യനാളുകളിൽ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപായി എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിച്ചാലും ഞങ്ങൾ ഒരിക്കലും വി വിൽ നെവർ കോംപ്രമൈസ് എന്ന തീരുമാനത്തിൽ നിലനിൽക്കുന്ന ഒരു പറ്റം അന്ത്യകാല ശേഷിപ്പിനെ ദാനിയേലും കൂട്ടുകാരും വിളിച്ചറിയിക്കുകയാണ് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ ആഹാരത്തിന്റെ പരീക്ഷയെ അവർ നേരിടുവാൻ, അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായതിലൂടെ ഒരു കാര്യം അന്ത്യകാല ജനത്തെ ദൈവം ഓർമ്മിപ്പിക്കുന്നു. കൗൺസിൽസ് ഓൺ ഹെൽത്ത് എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 450 ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നു, among those who are waiting for the coming of the Lord, meat eating will eventually be done away. Flesh will cease to form a part of their diet. ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുന്നവരിൽ നിന്നും മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കപ്പെടും. അവരതിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കും എന്ന് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുന്നവരെ കുറിച്ച് ദൈവം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദാനിയേലും കൂട്ടുകാരും ധൈര്യത്തോടെ ഒരു തീരുമാനമെടുത്ത പ്രകാരം ഒരു തീരുമാനം എടുക്കുന്നവരായിരിക്കും അന്ത്യകാലത്ത് ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം എന്ന് ഈ ഒന്നാമത്തെ പരീക്ഷയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ ഒന്നാമത്തെ പരീക്ഷയിൽ ദാനിയേലും കൂട്ടുകാരും അവരുടെ ജീവിതത്തെ അപായപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ധീരമായ ഒരു നിലപാടെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. They were risking their life. They were risking their life for a purpose. They were risking their life for a purpose. എന്തായിരുന്നു രണ്ടാമത്തേത്? രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ കാണുന്നത് റിവീലിംഗ് ദ സീക്രട്ട് ടെസ്റ്റ്. റിവീലിംഗ് ദ സീക്രട്ട് ടെസ്റ്റ്. 2-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും വായിക്കുവാൻ നമുക്ക് സമയം തികയുന്നില്ല. എങ്കിലും 2-ാം അധ്യായത്തിൽ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം വിവരിക്കുവാൻ സാമ്രാജ്യത്തിൽ ആരെയും കാണുന്നില്ല. എന്നാൽ ദാനിയേലും കൂട്ടുകാരും അവർ ഒരുമിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ നമുക്ക് ആ കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. 2-ാം അധ്യായം 16-ാമത്തെ വാക്യം ദാനിയേൽ പ്രവാചകൻ അല്ലെങ്കിൽ ദാനിയേൽ എന്ന മനുഷ്യൻ രാജാവിൻ്റെ അതികഠിനമായ ഈ കൽപ്പനയെക്കുറിച്ച് കേട്ടിട്ട് ആ കൽപ്പനയെക്കുറിച്ച് കേട്ട് എന്താണ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്? 16-ാം അധ്യായം ദാനിയേൽ രാജാവിനെ കാണുവാൻ തക്കവണ്ണം അകത്ത് രാജധാനിയിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? രാജാവിനോട് തനിക്ക് സമയം തരയണം എന്നും ഞാൻ രാജാവിനോട് അർത്ഥം അറിയിക്കാം എന്നും ബോധിപ്പിക്കുന്നു. Do you know, by doing that, by saying this, Daniel himself was once again risking his life. എന്താ കാരണം? രാജാവേ, എനിക്ക് സമയം തരണം, ഞാൻ അർത്ഥം പറയാം എന്ന് രാജാവിനോട് ദാനിയേൽ പ്രവാചകൻ അപ്രകാരം പറയുമ്പോൾ he is risking his life. എന്താ കാരണം? എങ്ങാനും അർത്ഥം പറയുവാൻ കഴിയാതെ വന്നാൽ, ആ ആവശ്യം നിറവേറ്റുവാൻ ദാനിയേലിന് സാധിക്കാതെ വന്നാൽ എന്തായിരിക്കും? What will be the outcome? His life is going to be no more. ഈ ലോകത്തിൽ മരണപ്പെടുവാൻ, നശിക്കുവാൻ തക്കവണ്ണം അവൻ ഇടയായി തീരും. Daniel is risking his life once again in chapter 2 by saying to the king, I will reveal the secret and give me time. എനിക്ക് സമയം നൽകിയാലും എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരെല്ലാവരും ഒരുമിച്ച്
അവർ 4 പേരും ഒരുമിച്ച് 18-ാമത്തെ വാക്യത്തിൽ അവർ 4 പേരും കൂട്ടുകാരായ ഹനനിയാവും മിശ്രിയാവും അസറിയാവും കൂടെ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരോട് രാത്രിയിൽ രഹസ്യം വെളിപ്പെടുത്തുന്നു. 19-ാമത്തെ വാക്യം. ശേഷം 2-ാം അധ്യായം 28 മുതൽ 45 വരെ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ധൈര്യസമേതം ദാനിയേൽ രാജാവിനോട് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ വെളിപ്പെടുത്തൽ കണ്ടിട്ട് രാജാവ് അതിശയിച്ചുകൊണ്ട് അവരുടെ മുൻപാകെ എഴുന്നേറ്റ് ഇപ്രകാരം ഒരു കാര്യം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 46-ാമത്തെ വാക്യം. എന്താണ് 46-ാമത്തെ വാക്യത്തിൽ? രാജാവ് ക്രൂരനായ, പേടിപ്പെടുത്തുന്ന, എല്ലാവരും ഭയപ്പെടുന്ന രാജാവ് ദാനിയേലിൻ്റെ ആ സാക്ഷ്യം നിമിത്തം, ആ സ്വപ്നത്തിൻ്റെ വിവരണം നിമിത്തം എന്താണ് മറുപടിയായി പറയുവാൻ തക്കവണ്ണം ഇടയായത്? നിങ്ങളുടെ ദൈവം, രാജാവ് പറയുകയാണ്, നിങ്ങളുടെ ദൈവം ആരാണ്? ദൈവാദി ദൈവവും രാജാദി രാജാവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. രാജാവ് ദൈവത്തെ സ്തുതിക്കുന്നു. ആരുടെ ദൈവത്തെ? ഒരടിമയായ മനുഷ്യൻ്റെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ക്രൂരനായ ഒരു രാജാവ് ഇടവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഡാനിയേൽ believed in what God has revealed to him. രാത്രിയിൽ ആ കൂട്ടുകാർ പ്രാർത്ഥിക്കുവാനിടയായപ്പോൾ ദൈവം വെളിപ്പെടുത്തിയതിൽ ദാനിയേൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ധൈര്യത്തോടെ, അത് സത്യമാണെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ക്രൂരനായ രാജാവിൻ്റെ അടുക്കൽ പോയി ആ സ്വപ്നത്തിൻ്റെ അർത്ഥം വിവരിക്കുവാൻ തക്കവണ്ണം ദാനിയേൽ തയ്യാറായത് നാം കാണുന്നു. We see the courage of Daniel in revealing that dream to the king. രാജാവിനോട് ആ സ്വപ്നം വെളിപ്പെടുത്തുവാൻ പോയി പറയുവാൻ ദാനിയേൽ കാണിക്കുന്ന ധൈര്യം നാം പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, പ്രിയപ്പെട്ടവരെ, even though he was showing that much courage to the king, we need to remember they were risking their life. ഏത് നിമിഷവും മരണം അവരുടെ സമീപത്തുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ മറന്നു കളയാതെ they were risking their life. പ്രിയപ്പെട്ടവരെ, രാജാവിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, രാജാവിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള വിത്തുകൾ പാകുവാൻ ഈ മനുഷ്യരുടെ, ഈ 4 വിശ്വസ്തരായ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകമായ ആ സമർപ്പണം, ആ ഒരു ത്യാഗം, ആ ഒരു റിസ്കിങ് ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തുകളെ പാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ 2-ാം അധ്യായത്തിൽ നാം പരിശോധിച്ചാൽ, in doing all these, Daniel and his friends, they were risking their life. But still, they were risking their life for a special purpose. Because they were committed to God, so they were risking their life. അവർ ദൈവത്തോട് സമർപ്പണമുണ്ടായിരുന്നവരായതുകൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, സർവ്വത്തെയും ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സർവ്വത്തെയും വിട്ടേച്ചു കളയുവാൻ, തങ്ങളെ സ്വയം അപകടത്തിൽപ്പെടുത്തുവാൻ അവർ സ്വയം ഇടയായി തീരുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കാണുന്നത്, 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദ ഫയറി ഫർണസ് ടെസ്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാം തീച്ചുളയിലെ പരീക്ഷയെക്കുറിച്ച് നമുക്കേവർക്കും അറിയാം. ആ കഥ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാൽ ആ കഥയുടെ അവസാനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളെ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ അവിടെ എന്താണ് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? 17-18 ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വെടിവെപ്പാൻ കഴിയും എന്ന് മീശായേലും അസറിയാവും ഹനനിയാവും നെബൂഖദ്നേസർ രാജാവിനോട് ധൈര്യത്തോടെ പറയുന്നു. They were risking their life. They were speaking to a cruel king. വളരെ ക്രൂരനായ, അപകടകാരിയായ, ദുഷ്ടനായ ഒരു രാജാവിനോട് സംസാരിക്കുന്ന 3 പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ ഒരു പരീക്ഷയെ അവർ നേരിടുമ്പോഴും അവരുടെ ജീവനെ അപകടത്തിൽപ്പെടുത്തി, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അല്ലയോ രാജാവേ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല, ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ രാജാവിന് മുൻപാകെ അവരുടെ ധൈര്യത്തെ അവർ പരസ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ പ്രിയപ്പെട്ടവർ ആ ബിംബത്തെ നമസ്കരിക്കുവാൻ കൂട്ടാക്കാതെ ധൈര്യത്തോടെ അവരുടെ ജീവനെ അപകടപ്പെടുത്തി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായതിനെ കുറിച്ച് നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, ദിസ് എക്സ്പീരിയൻസ് ഇൻ ദ ഫയറി ഫർണസ് represents the time of trouble experience in the final days. ദൈവത്തിൻ്റെ ജനം അന്ത്യനാളിൽ കടന്നു പോകുവാൻ പോകുന്ന ആ ടൈം ഓഫ് ട്രബിൾ എക്സ്പീരിയൻസിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ അനുഭവത്തെ ദൈവം നമ്മുടെ മുൻപാകെ എഴുതിയിരിക്കുകയാണ്.
ഏറ്റവും ക്രൂരനായ മനുഷ്യൻ, ആ മനുഷ്യന് മുൻപാകെ ധൈര്യം പ്രകടിപ്പിച്ച് അവരുടെ ജീവനെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ഈ 3 എബ്രായ ബാലന്മാരും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നു. ആ തീച്ചൂളയിൽ ധൈര്യത്തോടെ പാട്ടും പാടി കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട 3 പേരും ദൈവത്തിൽ പൂർണ്ണമായും തങ്ങളെ സമർപ്പിക്കുന്നു. ആ അനുഭവത്തിലൂടെ രാജാവിന് ദൈവം എന്താണ് പഠിപ്പിച്ചത്? 3-ാം അധ്യായം 28 മുതൽ 30 വരെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പറയുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ചു, നിങ്ങളുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവത്തെക്കുറിച്ച് അത്ഭുതകരമായ ഒരു സാക്ഷ്യം നെബൂഖദ്നേസർ രാജാവ് അവിടെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നിങ്ങളുടെ ദൈവം അത്ഭുതകരനായ ദൈവം, നിങ്ങളുടെ ദൈവം വലിയവൻ എന്ന് ആ രാജാവ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബദ്നഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കും എന്നുള്ള ഒരു കൽപ്പനയെ രാജാവ് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ക്രൂരനായ ഒരു രാജാവ് ദൈവത്തിന് അനുകൂലമായി ദൈവവിശ്വാസി എന്ന വണ്ണം ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എപ്രകാരമാണ് ആ രാജാവിന് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുവാൻ തക്കവണ്ണം സാധിച്ചത്? ബിക്കോസ് ദീസ് 3 ഹീബ്രു യങ് മെൻ, Mishael, Hananiah and Azariah, they were risking their life. Risking for what purpose? Risking to rescue. രക്ഷിക്കുവാനായി, അനേകരെ രക്ഷിക്കുവാനായി they were willing to risk their life. നാം വീണ്ടും 4-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്പീക്കിംഗ് ദ ട്രൂത്ത് ടെസ്റ്റ്. സ്പീക്കിംഗ് ദ ട്രൂത്ത് ടെസ്റ്റ് 4-ാം അധ്യായത്തിൽ അവിടെ രാജാവിന് സന്നിധി മുൻപാകെ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു എന്ന് 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. 4-ന്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മോട് ഇപ്രകാരം പറയുന്നു: രാജാവ് വീണ്ടും കുറേ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. അവൻ വിചാരങ്ങളാൽ പരവശനായി. രാജാവ് അവനോട്, ബെൽഷസ്സരേ, സ്വപ്നവും അതിൻ്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു. ഇവിടെ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ദാനിയേൽ പ്രവാചകൻ ആ സ്വപ്നം വിവരിക്കുവാൻ വഹിയാതെ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ രാജാവിൻ്റെ അനുഭവം എന്തായിരിക്കുമെന്ന് ഓർത്ത് ആ സ്വപ്നം നിമിത്തം പരവശനാകുന്ന ദാനിയേലിനെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. രാജാവിനോട്, നീ കാളയെപ്പോലെ പുല്ല് തിന്നും, നീ രാജസ്ഥാനം വിട്ടൊഴിഞ്ഞ് ഒരു മന്ദബുദ്ധിയായി, ഒരു ഭ്രാന്തനായി കാട്ടിലേക്ക് പോകുവാൻ ഇടയായിത്തീരും എന്ന് നെബൂഖദ്നേസർ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുവാൻ വെറും ധൈര്യം മാത്രം പോരാ, വെറും ധൈര്യം മാത്രം മതിയാവുകയില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദാനിയേൽ നമ്മോട് പറയുന്നത്, he was once again risking his life to speak the truth. സത്യം പറയുവാൻ, ഈ ലോകത്തിൽ ജീവനെ അപായപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദാനിയേലിനെ നമുക്കിവിടെ വീണ്ടും കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. 25-ാമത്തെ വാക്യം, എന്തൊക്കെ പരീക്ഷകൾ ദാനിയേൽ നേരിട്ടാലും ഒടുവിൽ ധൈര്യത്തോടെ 25-ാമത്തെ വാക്യത്തിൽ തിരുമേനിയെ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും, തിരുമേനിയെ കാളയെപ്പോലെ പുല്ലു തീറ്റും, തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും, മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. ഇവിടെ ദൈവം ഇപ്രകാരം ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയുവാൻ ദാനിയേൽ പേടിക്കുന്നില്ല. അവൻ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. രാജാവിന് ഇഷ്ടമുള്ളത് മാത്രമേ പലപ്പോഴും രാജധാനിയിലെ എല്ലാവരും പറയുവാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. എന്നാൽ ധൈര്യത്തോടെ എന്ത് സംഭവിച്ചാലും, മരിക്കേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി സത്യം പറയുവാൻ ദാനിയേൽ പ്രവാചകൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. രാജാവിനോട് ദാനിയേൽ പ്രവാചകൻ എന്ത് പറയുവാൻ ഇടയായോ അത് അപ്രകാരം കൃത്യമായി സംഭവിച്ചു. 28-ാമത്തെ വാക്യം, രാജാവിന് ഇതെല്ലാം ഭവിച്ചു. 34-ാമത്തെ വാക്യം, ദാനിയേൽ പറഞ്ഞ പ്രകാരം 7 വർഷം അപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ രാജാവ് കടന്നു പോയിട്ട് ശേഷം അവൻ്റെ ബുദ്ധി മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. 37-ാമത്തെ വാക്യത്തിൽ രാജാവ് ദൈവത്തെ തിരിച്ചറിഞ്ഞു. ദൈവമാണ് ഈ ലോകത്തിൽ സർവ്വത്തിൻ്റെയും ഉടയവൻ, ദൈവമാണ് സർവ്വത്തെയും നിയന്ത്രിക്കുന്നത് എന്ന് ഏറ്റവും ക്രൂരനായ രാജാവിന് സ്വയം ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എത്ര മനോഹരമായ ഒരു സാക്ഷ്യമാണ്. 37-ാമത്തെ വാക്യത്തിൽ അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തി
ബഹുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ ന്യായമാണ്, അവൻ നിഗളികളെ താഴ്ത്തുന്നവനാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം രാജാവിന് സാധിച്ചത് ദാനിയേൽ എന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ, അവൻ്റെ ജീവനെ പോലും പണയപ്പെടുത്തി ആ ക്രൂരനായ മനുഷ്യനോട് സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ഇടയായതിലൂടെ നെബൂഖദ്നേസർ എന്ന രാജാവിനെയും ആ സാമ്രാജ്യത്തിലെ ആയിരക്കണക്കിന് പേരെയും സ്വാധീനിക്കുവാൻ ദാനിയേലിനും മിശായേലിനും അസറിയാവിനും ഹനനിയാവിനും സാധിച്ചു. They were risking their life to rescue some people from the kingdom of Babylon. ബാബിലോണിൽ നിന്നും ആയിരക്കണക്കിന് മനുഷ്യരെ രക്ഷിക്കുവാൻ തക്കവണ്ണം these young Hebrew men, faithful people, they were risking their life എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം 5 പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ 5-ാമത്തെ അധ്യായം, ആ രാജാവ് വീഞ്ഞു കുടിച്ച് മത്തനായി സർവത്തെയും മറന്ന് ആലയത്തിലെ പാത്രങ്ങളിൽ വീഞ്ഞൊക്കെ കുടിച്ച് സുഖലോലുപനായി നൃത്തമൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ദാനിയേൽ പ്രവാചകൻ അവിടേക്ക് കടന്നു വരുന്നു. അവിടെയും നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 18 നെബൂഖദ്നേസർ രാജാവിൻ്റെ മാനസാന്തരം ബെൽഷസ്സറിനോട് വിവരിക്കുവാൻ തക്കവണ്ണം ദാനിയേൽ ധൈര്യം കാണിക്കുന്നു. അവിടെയും മരിച്ചാലും വേണ്ടില്ല, ഞാൻ സത്യം പറയും എന്ന ചിന്തയോടെ അല്ലയോ ബെൽഷസ്സരേ, അല്ലയോ ബെൽഷസ്സരേ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നീ ഇതൊക്കെയും അറിഞ്ഞിട്ടും 22-ാമത്തെ വാക്യത്തിൽ അവൻ്റെ മകനായ രാജാവായ ബെൽഷസ്സരെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും ദൈവത്തെ അനുസരിക്കുവാനോ തന്നെ താഴ്ത്തുവാനോ മനസ്സുണ്ടാകാത്ത രാജാവേ എന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുവാൻ ദാനിയേൽ പ്രവാചകന് ധൈര്യമുണ്ടായിരുന്നു. ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയണമെങ്കിൽ അവന് എപ്രകാരമുള്ള ഒരു ഹൃദയം അല്ലെങ്കിൽ എപ്രകാരമുള്ള ഒരു സമർപ്പണമാണ് പ്രിയപ്പെട്ടവനെ അവർക്കുണ്ടായിരുന്നത്. ഹി വാസ് സോ ബ്രേവ് ഇൻ ഷെയറിംഗ് ദ ട്രൂത്ത്. ഹി വാസ് സോ ബ്രേവ് ഇൻ സേയിങ് ദ ട്രൂത്ത്. അവൻ മരിക്കേണ്ടി വന്നാലും അവൻ്റെ ജീവിതത്തെ പണയപ്പെടുത്തിക്കൊണ്ട് രാജാവിനോട് സത്യം വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അന്ന് ആ രാത്രിയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. വീണ്ടും 6-ാമത്തെ പരീക്ഷ, ലയൺസ് ഡെൻ ടെസ്റ്റ്. The lion's den test. 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ രാജാവിൻ്റെ കൽപ്പനയെക്കുറിച്ചോർത്ത് ഭയപ്പെടാതെ അവൻ സ്ഥിരമായി ചെയ്തു വന്ന പ്രകാരമുള്ള ഒരു പ്രവൃത്തിയെ ചെയ്യുവാൻ തക്കവണ്ണം ദാനിയേൽ പ്രവാചകൻ തന്നെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും രാജാവിൻ്റെ കൽപ്പനയെ അനുസരിക്കുവാൻ മനസ്സു വയ്ക്കാതെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അവൻ്റെ ജീവിതത്തെ പണയപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ 6-ാം അധ്യായത്തിലും ദാനിയേൽ പ്രവാചകൻ ഒരിക്കൽ കൂടെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ സ്വയമായി അവൻ്റെ ജീവിതത്തെ അവൻ അപകടപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിലും ദൈവം അത്ഭുതകരമായി ആ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും ആ മനുഷ്യനെ, ആ പ്രവാചകനെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദാരിവേശ് രാജാവ് ദാനിയേൽ പ്രവാചകന്റെ വിശ്വാസത്തെയും സാക്ഷ്യത്തെയും കണ്ട് വിസ്മയിച്ചുകൊണ്ട് ആ ദൈവത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടവരുമാറ് അത്ഭുതകരമായ ഒരു ജീവ സന്ദേശം, ഒരു ജീവത്യാഗ സന്ദേശം ഈ ദാനിയേൽ പ്രവാചകൻ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആദ്യത്തെ 6 അധ്യായങ്ങളും ഓരോ കാര്യാദികളിലും തങ്ങളുടെ ജീവിതങ്ങളെ അപകടപ്പെടുത്തുന്ന ദൈവ പുരുഷന്മാരായ 4 പേരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയപ്പെട്ടവരെ, there will be thousands of God's people in the end of time. They will be risking their life to rescue some people from this world. ഈ അന്ത്യനാളുകളിൽ അനേകരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം we are called to risk our life. ഇന്ന് ഈ അന്ത്യനാളുകളിൽ മാത്രവുമല്ല, when you look at the experience of Daniel and his friends, ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതത്തെ പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ നാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി എടുക്കപ്പെടുമ്പോൾ we will see thousands of people from the kingdom of Babylon and also from the kingdom of Medo-Persia in the kingdom of God. എപ്രകാരം ആ രാജ്യത്തിൽ നിന്നും, ആ 2 സാമ്രാജ്യത്തിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വസ്തരായവരെ സ്വർഗത്തിൽ നമുക്ക് കാണുവാൻ, പരിചയപ്പെടുവാൻ സാധിക്കും. എന്താണ് കാരണം? ബിക്കോസ് ദൈവം 4 എബ്രായ ബാലന്മാരെ അവരുടെ ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് they were risking their life, they were slaves, they could have nothing as their own. എന്നിട്ടും അതൊക്കെ കാര്യമാക്കാതെ ദൈവത്തിന് വേണ്ടി തങ്ങളെ പൂർണ്ണമായും ഏൽപ്പിച്ച ആ 4 പേരെ നമുക്ക് ഇന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധിക്കുന്നു. ഇന്ന് അനേക രാജ്യങ്ങളിൽ
ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പേർ പ്രിയപ്പെട്ടവർ നമുക്കായിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളിലും, UK-യിലും അമേരിക്കയിലും അറേബ്യൻ രാജ്യങ്ങളിലും മറ്റിതര രാജ്യങ്ങളിലുമൊക്കെ പല ജോലികൾ ചെയ്യുന്ന വിശ്വാസികളായ എത്രയോ പേരെ നമുക്ക് പരസ്പരം പരിചയമുണ്ട് പ്രിയപ്പെട്ടവരെ. അവരൊക്കെ അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾക്കായി ആ രാജ്യങ്ങളിൽ ജോലികൾക്കായി പോയെങ്കിലും we need to always remember that we are a missionary for God. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രവർത്തകന്മാരാണ്, നാം ദൈവത്തിൻ്റെ വേലക്കാരാണ്. When we are into that foreign land, we are called to witness for God. ദാനിയേലിനെ പോലെ, മീശായേലിനെ പോലെ, അസറിയാവിനെ പോലെ we were called to risk our life in sharing what God has told us to speak. ഈ ലോകത്തിൽ പറയുവാൻ വിളിക്കപ്പെട്ടതായ ആ സന്ദേശങ്ങളെ ധൈര്യത്തോടെ, സമർപ്പണത്തോടെ, ജീവിതത്തെ പൂർണ്ണമായും ഏൽപ്പിക്കേണ്ടി വന്നാൽ പോലും ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുവാൻ നമ്മെ പരിശുദ്ധനായ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് മിസ്സസ് വൈറ്റ് ഒരിക്കൽ ഇപ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായി, God will do marvelous things for those who trust in him. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ, അത്ഭുതകരമായവയെ ചെയ്യുവാൻ ദൈവം എപ്പോഴും മനസ്സൊരുക്കമുള്ളവനായി തീരും. അപ്രകാരം ആർ യു വില്ലിംഗ് ടു റിസ്ക് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതങ്ങളെ അപകടത്തിൽപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും, പണയം വച്ചിട്ടാണെങ്കിൽ പോലും, ദാനിയേലിനെയും കൂട്ടുകാരെയും പോലെ ദൈവത്തിന് വേണ്ടി ധീരതയോടെ തീരുമാനങ്ങളെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം മനസ്സൊരുക്കമുള്ള ഒരു തലമുറയായി മാറുവാൻ ഈ അന്ത്യകാലത്ത് നമുക്ക് സാധിച്ചാൽ God can do wonders through our life. God can do wonders through our life only if we stay faithful to God. If we stay faithful to God's principles of life, ദൈവികമായ നിയമങ്ങളോടും ദൈവികമായ നിർദ്ദേശങ്ങളോടും കൽപ്പനകളോടും വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിച്ചാൽ, ദാനിയേൽ പ്രവാചകനിലൂടെ ഏറ്റവും ക്രൂരനായ നെബൂഖദ്നേസർ രാജാവിനെ മാനസാന്തരപ്പെടുത്തുവാൻ ദൈവം ഇടയായതുപോലെ ആയിരക്കണക്കിന് ബാബിലോൺ നിവാസികളെ, ആയിരക്കണക്കിന് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം ഇടയായതുപോലെ ഈ അന്ത്യനാളുകളിൽ വിശ്വസ്തയോടെ ജീവൻ അപകടപ്പെടുത്തേണ്ടി വന്നാൽ പോലും ദൈവത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ God can do wonders through our life. ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നാം സമർപ്പിക്കുവാൻ, നാം തീരുമാനമെടുക്കുവാൻ മടി കാണിക്കുന്ന സമയത്തോളം കാലത്തോളം നമ്മിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയാതെ വരും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് God can do wondrous things only if we would trust in him. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ നാം ഇടയായാൽ നമ്മിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവത്തിന് സാധിക്കും. അതിന് നമ്മെ ഇന്ന് നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. കാരണം നമുക്ക് അപ്രകാരം ജീവിക്കുവാൻ, ഈ ലോകം ആസ്വദിക്കുവാൻ നമുക്ക് ഇനിയും ധാരാളം കാലങ്ങൾ ബാക്കിയില്ല. ആയതിനാൽ സമർപ്പണത്തോടെ ദൈവത്തിന് വേണ്ടി ജീവനെപ്പോലും അപായപ്പെടുത്തേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ സ്വർഗം നമ്മുടെ മുൻപാകെ ദൈവം തുറന്നു വയ്ക്കുകയാണ്. ഈ ലോകം ഒഴിഞ്ഞു പോകുമെന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവരോ നിത്യജീവന്റെ അവകാശികളായി മാറും. ഈ ലോകത്തെക്കാളും ഉപരി സ്വർഗീയമായതിനെ കാംക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു തയ്യാറെടുപ്പ്, ഒരു തീരുമാനം ദാനിയേലിനെയും കൂട്ടുകാരെയും പോലെ എടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധനായ ദൈവം ഇന്ന് പകൽക്കാലം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദൈവം ദാനിയേലിനോടും കൂട്ടുകാരോടും ഇരുന്നതുപോലെ ഈ അന്ത്യ നിമിഷങ്ങളിൽ തന്നിൽ ആശ്രയിക്കുന്നവരോടുകൂടെ ദൈവം ഇരിക്കും എന്ന വിലയേറിയ വാഗ്ദത്തം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, അന്ത്യ നിമിഷങ്ങൾക്കായി തയ്യാറെടുക്കുവാൻ കർത്താവായ ദൈവം ഈ രാത്രിയിലെ വചനധ്യാനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ ഈ വചനത്തെ കേട്ട് എന്ത് പ്രതിസന്ധി ഈ ലോകത്തിൽ എൻ്റെ നേരെ കടന്നു വന്നാലും അവയിലൊന്നിലും ഞാൻ പരാജയപ്പെട്ടു പോവുകയില്ല, അവയിലൊന്നിലും ഞാൻ തളർന്നു പോവുകയില്ല എന്ന് ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ പ്രാർത്ഥിക്കാം. ദാനിയേലിനോട് ദൈവം പറഞ്ഞത്, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, അന്ത്യകാലത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ ലഭിക്കുവാൻ തക്കവണ്ണം നീ എഴുന്നേറ്റ് വരും. എത്ര വലിയൊരു വാഗ്ദത്തമാണ്! ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണവും ദൈവത്തെ
ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണവും ധീരമായ നിലപാടുകളെ സ്വീകരിച്ച് നിലപാടുകളെ സ്വീകരിച്ച് ദൈവത്തിന് മുൻപാകെ നിലനിൽക്കുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഈ കഥകളെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സമർപ്പണത്തോടെ വരും നാളുകൾക്കായി തയ്യാറെടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധനായ ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് സമർപ്പണത്തോടെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, അതായിരിക്കട്ടെ ഈ വർഷാവസാന ദിവസങ്ങളിൽ നമ്മുടെ സമർപ്പണം. അതിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നവനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ എത്ര മഹത്വത്തോടെ ജീവനെ പോലും അപായപ്പെടുത്തിക്കൊണ്ട് ബാബിലോൺ സാമ്രാജ്യത്തിലും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലും ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവരെ പോലെ ഉത്തമ സാക്ഷികളായി ജീവൻ അപായപ്പെടുത്തേണ്ടി വന്നാൽ പോലും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ഈ വരും നാളുകളിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഞങ്ങൾ നേരിടുവാനിടയായാലും അവയിൽ ഒന്നിലും തളർന്നു പോകാതെ കർത്താവിനെ നോക്കി, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി എൻ്റെ മുൻപാകെ വച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടും എന്ന ഒരു തീരുമാനമെടുക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. എത്ര ശക്തമായ മാതൃകയാണ് പിതാവേ ദാനിയേലും മീശായേലും അസറിയാവും ഹനനിയാവും ഞങ്ങളുടെ മുൻപാകെ നൽകിയിരിക്കുന്നത്. ആ സാക്ഷ്യത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ഒരു സൈന്യമായി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ ജനത്തെ ഈ അന്ത്യനാളുകളിൽ അവിടുന്ന് ഇടവരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഏവരെയും ആ ഒരു ചിന്തയിൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ. ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരാകുവാൻ, ദൈവരാജ്യത്തിൻ്റെ പോരാളികളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ജയിക്കുന്നവന് എന്ന ആ വലിയ ശബ്ദത്തെ കേട്ടുകൊണ്ട് ജയിക്കുന്നവരായി തീരുവാൻ, ജയാളികളായി കർത്താവിന് മുൻപാകെ ജീവന്റെ കിരീടം പ്രാപിക്കുന്നവരായി നിലനിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാവരുടെ മേലും, നാം ഇന്ന് ധ്യാനിച്ച വചനത്തിന്മേലും, നാം ഇന്ന് എടുക്കുവാനിടയായ തീരുമാനത്തിന്മേലും ഇന്നും എന്നേക്കും കാലത്തോളവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.